നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 5ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റുകളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 5th ഹൗസിൽ എല്ലാ ഗ്രഹങ്ങളും നിന്നാൽ, അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങളും 5ാം ഭാവത്തിൽ നിന്നാൽ അയാൾക്കുണ്ടാവുന്ന ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഓരോ ഗ്രഹങ്ങൾ നിന്നാൽ അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നമുക്ക് നോക്കാം. വാസ്തവത്തിൽ ഈ ഗ്രഹങ്ങളല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് എത്ര പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ ഇതിനകത്ത് വന്നിട്ട് വീണ്ടും വീണ്ടും കമൻറ്റ് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ഗ്രഹങ്ങളൊക്കെ ഇപ്പം മനുഷ്യൻ ചൊവ്വയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നു, ചന്ദ്രനിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നു, അപ്പോഴാണ് ചൊവ്വ ദോഷത്തെക്കുറിച്ച് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിവരദോഷം വീണ്ടും വീണ്ടും പറയും. അപ്പം നമ്മൾ വിവരദോഷം എന്നുള്ളത് ആ വിവരമില്ലായ്മ, ആ വിഷയത്തെക്കുറിച്ച് അറിവില്ലായ്മയാണ് ഇതിനുള്ളൊരു കാരണം. ആ വിവരം ഞാൻ എത്രയോ പ്രാവശ്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കർമ്മഫലത്തിൻ്റെ സൂചകങ്ങളാണ് ഗ്രഹങ്ങളെ കൊണ്ട് കാണിക്കുന്നത്. കാരണം ഇവർ ഒരു പ്രത്യേക പാറ്റേണിലാണ് പോകുന്നത്. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നിരന്തരമായിട്ട് ഇതൊരു പ്രത്യേക പാറ്റേണിലാണ് പോകുന്നത്. ഈ ഗ്രഹങ്ങൾ മാത്രമല്ല, സർവ്വചരാചരങ്ങളും ചരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം എല്ലാതും നമ്മുടെ ഉള്ളിൽ തന്നെ പലതും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മൊമെൻറ്റിൽ എന്താണോ അതല്ല നെക്സ്റ്റ് മൊമെൻറ്റിൽ അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിനുള്ളിൽ ഒരു മാറ്റം ഇല്ലാതെ പോകുന്ന ഒരു താളമുണ്ട്. ഈ താളം വെച്ചിട്ടാണ് ഈ അസ്ട്രോളജിയുടെ ഒരു പഠനം. ആ താളത്തിൻ്റെ റീസൺ, അതായത് നമ്മൾ ഒരു ഗ്രഹസ്ഥിതി നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ട് ഇയാൾ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഈ സോൾ ഉണ്ടായി എന്നുള്ളതിന് റീസൺ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആക്ച്വലി കർമ്മഫലത്തെ ബേസ് ചെയ്തിട്ടാണ്. അസ്ട്രോളജി ഒരു മോക്ഷശാസ്ത്രമാണ്. അസ്ട്രോളജി ഭൗതിക ജീവിതത്തിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശാസ്ത്രം മാത്രമല്ല, അതേപോലെ തന്നെ ഇതൊരു മോക്ഷശാസ്ത്രവും കൂടിയാണ്. 12ാം ഭാവം കൊണ്ട് മോക്ഷമാണ് പറയുന്നത് എന്നുള്ളത്. ധർമാർത്ഥ കാമ മോക്ഷത്തിൽ ധർമ്മവും അർത്ഥവും കാമവും അതുപോലെ തന്നെ മോക്ഷം, 4ാമത്തെ ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള മോക്ഷത്തെക്കുറിച്ചും കൂടി പറയുന്ന ശാസ്ത്രമാണ്. അൾട്ടിമേറ്റഡ് ഒരാൾ ജനിച്ചാൽ അതിൻ്റെ 12ാമത്തെ രാശി ഏറ്റവും ലാസ്റ്റത്തേത് മോക്ഷമാണെന്ന് പറയുന്ന ശാസ്ത്രമാണ് ഇത്. അതേപോലെ തന്നെ ഇതിന് ഒരുപാട്, ഇത് മോക്ഷശാസ്ത്രമാണെന്ന് പറയുന്ന അനവധി ഗ്രന്ഥങ്ങളും ഉണ്ട്. അപ്പം അതൊക്കെ റെഫർ ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു. പരാശര ഹോരയിലായാലും വരാഹമിഹിരൻ്റെ ഹോരയുടെ വ്യാഖ്യാനമായിട്ടുള്ള കൈക്കുളങ്ങര രാമവാര്യരുടെ ഹോരയിലാണെങ്കിലും അതുപോലെ തന്നെ ഡേവിഡ് ഫ്രോളിയുടെ ബുക്കിലായാലും ഇത് ഒരുപാട് പുസ്തകങ്ങളിൽ ഇത് മോക്ഷശാസ്ത്രമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ മോക്ഷശാസ്ത്രമാണെങ്കിൽ കൂടിയും സാധാരണ വ്യക്തികൾക്ക്, സാധാരണ മനുഷ്യർക്ക് ഉപകാരപ്പെടാനും അവർക്കൊരു വെളിച്ചമാകാനും വേണ്ടി, വേദത്തിൻ്റെ കണ്ണാണ് പറയുന്നത് ജ്യോതിഷം, ചക്ഷു, കണ്ണ്, ഒരു വെളിച്ചം കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഭൗതിക വിഷയവും. അവർ മോക്ഷത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളും ഈ ജന്മത്തിൽ അവരുടെ വിധി എന്തൊക്കെയാണെന്നും എങ്ങനെ ഈ വിധിയെ നിങ്ങൾക്ക് മറികടന്ന് പരമമായ അവസ്ഥയിലേക്ക് എത്താം, അല്ലെങ്കിൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. എന്തായാലും ചിലത് വരാനുള്ളത് എന്തായാലും വരും. അപ്പം വരുമ്പം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, മഴ വന്നാൽ എങ്ങനെ കുട ചൂടണം എന്നുള്ളത്, കുടയെക്കുറിച്ച് ഒരു അറിവുള്ള ഒരാളിനാണ് കുട ചൂടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു തരുന്ന, നമുക്ക് അറിവ് പകർന്നു തരുന്ന, നമുക്ക് മനസ്സിലാക്കി തരുന്ന, നമുക്ക് കുറച്ചുകൂടി ഒരു തെളിച്ചം തരുന്നൊരു ശാസ്ത്രമാണ് അസ്ട്രോളജി. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതൊരു മോക്ഷത്തെക്കുറിച്ച് പറയുന്നതാണ്. ധർമ്മത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും കാമത്തെക്കുറിച്ചും മാത്രമല്ല പറയുന്നത്. അത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. പലതരത്തിലുള്ള ശാസ്ത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ അവിടെ ധർമ്മത്തെക്കുറിച്ചായിരിക്കും പറയുന്നുണ്ട്, അർത്ഥത്തെക്കുറിച്ച് പറയുന്നുണ്ട്, കാമത്തെക്കുറിച്ചും പറയുന്നുണ്ട്, ഭൗതികപരമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ അസ്ട്രോളജിയിൽ ഈ 3 കാര്യം മാത്രമല്ല, മോക്ഷത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു മോക്ഷശാസ്ത്രമാണ്. മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണോ, പരമമായ സത്യം എന്താണോ, ആ സത്യത്തെക്കുറിച്ചും കൂടി നിയോഗത്തെക്കുറിച്ചും കൂടി പറയുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം എന്നുള്ളത് കൊണ്ട് തന്നെ ഋഷിമാരുടെ കോൺട്രിബ്യൂഷൻ ആയതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും മാനിഫെസ്റ്റഡ് കോൺഷ്യസ്നെസ്സിൽ നിന്നും അൺമാനിഫെസ്റ്റഡ് കോൺഷ്യസ്നെസ്സിലേക്ക് സഞ്ചരിക്കുന്ന ഏതൊരാളിനും വഴികാട്ടിയാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം എന്നുള്ളത് കൊണ്ട് തന്നെ പലരും ചോദിക്കാറുണ്ട് വീണ്ടും വീണ്ടും, ഞാൻ സാധന ചെയ്യുന്നുണ്ട് അല്ലെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ ജ്യോതിഷം നോക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ. ഉറപ്പായിട്ടുമുണ്ട്, സാധന ചെയ്യുന്നവരാണ് നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 5th ഹൗസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 5th ഹൗസിൻ്റെ കോർ തീം എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഓരോ പ്ലാനറ്റിൻ്റെയും പ്ലേസ്മെൻറ്റും അതിൻ്റെ ഡീമെറിറ്റ്സിനെ കുറിച്ചും നമുക്ക്
പറയാം. മെറിറ്റ്സും ഡിമെറിറ്റ്സിനെ കുറിച്ച് പറയാം. നമ്പർ 1, ഇതിൻ്റെ കോർ തീം ഒന്നാമത്തേതെന്ന് പറയുന്നത് സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ്. ഞാൻ 5-ാം ഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ 5-ാം ഭാവത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ കുറച്ചുകൂടി ഇതിനെ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇന്നത്തെ കാലത്തിന് യോജിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമുക്ക് കുറച്ചൊന്ന് മാറി ചിന്തിക്കാം. ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ജ്യോതിഷത്തിന് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ചാരും ചിന്തിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇതിനെ ഒരു ആന്തരികമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാം. ഇത് 5-ാം ഭാവം എന്ന് പറയുന്ന വാസ്തവത്തിൽ പൂർവ്വജന്മത്തെ കാണിക്കുന്നതാണ്, പൂർവ്വ പുണ്യത്തെ കാണിക്കുന്നതാണ്, പ്രജ്ഞയെ കാണിക്കുന്നതാണ്, മേധാശക്തിയെ കാണിക്കുന്നതാണ്, കുട്ടികളെ കാണിക്കുന്നതാണ്, സബ് കോൺഷ്യസ് മൈൻഡിനെ കാണിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ 5-ാം ഭാവം നമുക്ക് തരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ചിഹ്നങ്ങൾ പ്രണയത്തെ കാണിക്കുന്നതാണ്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ചില സൂചനകൾ നമുക്ക് തരാം. അപ്പോൾ അതിൽ ഒന്നാമത്തത് സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ്. ഒരു വ്യക്തിയുടെ സെൽഫ് എക്സ്പ്രഷനും ക്രിയേറ്റിവിറ്റിയും 5-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഒരാളുടെ ക്രിയേറ്റീവ് എനർജിയാണ് ആ വ്യക്തിയുടെ സ്വഭാവത്തെ പുറം ലോകത്തിലേക്ക് കാണിച്ചു കൊടുക്കുന്നത്. അയാളുടെ ആർട്ടിസ്റ്റിക് നേച്ചർ, പെർഫോമൻസ്, റൈറ്റിംഗ്, അല്ലെങ്കിൽ അതർ ഫോം ഓഫ് സെൽഫ് എക്സ്പ്രഷൻസ്, പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എക്സ്പ്രഷൻസ് നമ്മളെ പുറമേ കാണുന്നത്. എവറി ആക്ഷൻ ഈസ് എ തോട്ട് മെയ്ഡ് മാനിഫെസ്റ്റേഷൻ എന്നല്ലേ. അപ്പം നമ്മുടെ എക്സ്പ്രഷൻ, നമ്മൾ പുറത്ത് കാണുന്ന ആ ഒരു എക്സ്പ്രഷൻസ് നമ്മുടെ ജീവിതം കൊണ്ട് കാണിക്കുന്നത് നമ്മുടെ ക്രിയേറ്റീവ് എനർജിയുടെ മാനിഫെസ്റ്റഡ് ഫോമാണ്. അപ്പോൾ ആ ക്രിയേറ്റീവ് എനർജിയെ കാണിക്കുന്നത് ഇയാൾക്ക് ഏത് വിഷയത്തിലായിരിക്കും താല്പര്യം, എങ്ങനെയായിരിക്കും താല്പര്യം എന്നുള്ളത് 5th ഹൗസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ് ഇവരുടെ ആ ഇന്നർ വേൾഡിനെ, ഒരാളുടെ ആന്തരിക സ്വഭാവത്തെ പുറമേ കാണിച്ചിരുന്നത്. നമ്മളെപ്പോഴും പറയത്തില്ല, നമ്മുടെ ബിഹേവിയർ അല്ല ക്യാരക്ടർ. ഒരാളുടെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിലെ കാലദേശങ്ങളിലൂടെയുള്ള യാത്രയിൽ അയാൾ ചെയ്തതും അയാളെക്കുറിച്ച് മനസ്സിലാക്കിയതും അയാളുടെ ജീവിതം കൊണ്ട്, അയാളുടെ ഡെത്ത് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തിരിച്ചു ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കിയത് അയാളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ വാഴ്ത്തിയാലും അയാളുടെ ഉള്ളിലുള്ളതായിരുന്നു അയാളുടെ പെർഫോമൻസ് അല്ല. അയാളുടെ ജീവിതത്തിൽ നടന്നതെല്ലാം അയാളുടെ ചിന്തകളിലൂടെ കടന്നുപോയതാണ്, അയാളുടെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയത്, കാലവും ദേശത്തിലൂടെയും കടന്നുപോയ കാര്യങ്ങളാണ്. അതാണ് ആ വ്യക്തിയും. അപ്പം ഒരാൾക്കൊരു ദുഷ്ചിന്ത ഉണ്ടാവുകയും അത് പ്രവർത്തിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അയാളൊരു പാവമാണെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അയാൾക്ക് ആ പാവത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും, ആ ദുഷ്ചിന്തയുടെ സ്വഭാവം ഉണ്ടാവും. ദുഷ്ചിന്തയുടെ സ്വഭാവം ഇല്ലെങ്കിൽ ഒരിക്കലും അയാൾക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ട്? അയാളുടെ ഉള്ളിലുള്ള വാസനകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ അയാളുടെ സെൽഫ് എക്സ്പ്രഷൻ, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഒക്കെ അയാളുടെ ഇന്നർ വേൾഡാണ്. ആ ഇന്നർ വേൾഡിൻ്റെ എക്സ്പ്രഷൻ പുറത്തേക്ക് കൊണ്ടുവരുന്നത് 5-ാം ഭാവം നമുക്ക് ഒരുപാട് സൂചനകൾ തരും. 5-ാം ഭാവം, ഭാവാധിപൻ, ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം. തൽക്കാലം അത്രയും വെച്ച് നോക്കാം കേട്ടോ. ഇനി അടുത്തത് 5-ാം ഭാവത്തിൻ്റെ ഒരു പ്രധാന ക്വാളിറ്റി ആയിട്ട് പറയുന്നത് റൊമാൻസ് ആൻഡ് പ്ലഷറാണ്. 5th ഹൗസ് എന്ന് പറയുന്നത് നമ്മളുടെ റൊമാൻറ്റിക് നേച്ചറാണ്. ആന്തരികമായിട്ടുള്ള സന്തോഷത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നത് 5-ാം ഭാവം കൊണ്ടാണ്. എങ്ങനെ സന്തോഷിക്കണം, എങ്ങനെ എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഫൺ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്ലഷർ എങ്ങനെ എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, റൊമാൻസിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് 5-ാം ഭാവം, 5-ാം ഭാവാധിപൻ, 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ഇതെല്ലാം പ്രത്യേകിച്ച് വ്യാഴമാണ് 5ൻ്റെ കാരകൻ. നമ്മൾ പൊതുവേ ധരിച്ചു വെച്ചിരിക്കുന്നത് ശുക്രനാണ് വിവാഹത്തിൻ്റെ കാരകൻ എന്നുള്ളത് കൊണ്ട് തന്നെ റൊമാൻസിൻ്റെ ഇതിൻ്റെ എല്ലാം കാരകൻ ശുക്രനാണെന്നുള്ളതാണ്. നമുക്ക് ഈ 9 ഗ്രഹങ്ങൾക്കും ഒരു റൊമാൻറ്റിക് നേച്ചറുണ്ട്, 9 ഗ്രഹങ്ങൾക്കുണ്ട്. അപ്പം അതിൽ 5-ാം ഭാവത്തിൻ്റെ കാരകൻ വ്യാഴമാണ്. വ്യാഴം എന്ന് പറയുന്ന ഒരാളുടെ റൊമാൻറ്റിക് എൻഗേജ്മെൻറ്റ്, അതായത് അയാളുടെ ആന്തരികമായിട്ടുള്ള സന്തോഷമാണ്. ബാഹ്യമായിട്ടുള്ളത് വേറെയാണ്. ശരിക്കും അയാൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് 5-ാം ഭാവത്തിൽ. അതുകൊണ്ട് അത് ദൈവാധീനം ആണ്. അത് പൂർണ്ണത അനുഭവിക്കണമെങ്കിൽ അതൊരു ഭക്തിയാണ്. പരമായ പ്രേമം ഒരു ഭക്തിയാണ്. അത് അനുഭവിക്കണമെങ്കിലും ഒരു യോഗം വേണം, പ്രണയിക്കാനും ഒരു യോഗം വേണം. നന്നായിട്ട് ശരിക്കും പ്രണയം പുറത്തേക്ക് കാണിക്കാനും അതുപോലെ തന്നെ പ്രണയം സ്വയം അനുഭവിക്കാനും ഒരു യോഗം വേണം. അത് അത്രയും ദൈവാധീനമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ കാരകൻ വ്യാഴമായത്. അല്ലെ ശുക്രനല്ലേ വരത്തുള്ളൂ. ശുക്രൻ കുറച്ചുകൂടെ ഭൗതികപരമായിട്ടുള്ളതാണ്. ഇത് ശരിക്കും ആന്തരികമായിട്ടുള്ള കാര്യമാണ്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ലവിലേക്കുള്ള അപ്രോച്ച്, നമ്മുടെ റൊമാൻറ്റിക് അപ്രോച്ചുകൾ, റിലേഷൻഷിപ്പിലുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റുകൾ, അതിൻ്റെ തുടക്കകാലങ്ങൾ, അതിനോടുള്ള ഒരു അടുപ്പം, അതെന്തായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ പ്രണയിക്കുമ്പോഴേ 2 ദിവസം കഴിയുമ്പം റൂം എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ പ്രണയം എന്ന് പറയുന്നത്, പ്രണയം എന്ന് വിശ്വസിക്കുന്നത്
റിലേഷൻഷിപ്പ് എന്ന് വിശ്വസിക്കുന്നത് റിലേറ്റഡ് ടു സെക്സ് ആണ്. സെക്സ് അല്ല 5th ഹൗസ്. അവിടെ അതിനൊരു സാധ്യതയുണ്ട്. പക്ഷേ 7th ഹൗസാണ് അല്ലെ 8th ഹൗസ് ഒക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. 5th ഹൗസ് എന്ന് പറയുന്നത് സ്നേഹിക്കപ്പെടുക, സ്നേഹിക്കുക എന്നൊക്കെയുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇതൊക്കെ പറയുമ്പം ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പ്രണയം അല്ലെങ്കിൽ ടെക്നോളജിയൊക്കെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ശരിക്കും മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാൻ വേണ്ടിയിട്ട് ടെക്നോളജിയൊക്കെ ആശ്രയിക്കുന്ന കാലം വരുമെന്നാണ് റിസർച്ചേഴ്സൊക്കെ പറയുന്നത്. കാരണം അതിനനുസരിച്ചുള്ള ആപ്പുകളൊക്കെ ഇപ്പോഴേ ഉണ്ട്. ഇപ്പം ആപ്പുകളിലൊക്കെ നമ്മൾ സിറി എന്നൊക്കെ പറയുമ്പം അത് വേണ്ടത് നമുക്ക് എടുത്തു തരും. ഹേയ് സിറി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണ്ടത് എടുത്തു തരുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് അതേപോലെ തന്നെ നമ്മളുമായിട്ട് സംസാരിക്കാനും നമ്മളുമായിട്ട് ഇവോൾവ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള റോബോട്ട്സും അതുപോലെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അതൊരു വ്യക്തിയെ അനലൈസ് ചെയ്തിട്ട് അതുമായിട്ട് കോൺസ്റ്റൻ്റായിട്ട് അയാളുമായിട്ട് ഇവോൾവ് ചെയ്ത് അയാളുടെ ബിഹേവിയർ മനസ്സിലാക്കി, അയാളുടെ രീതികൾ മനസ്സിലാക്കി, അയാളുടെ ഇമോഷണൽ പാറ്റേൺസും അയാളുടെ മെച്യൂരിറ്റിയും മനസ്സിലാക്കി, അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അതിൻ്റെ ഇത് മനസ്സിലാക്കി ഇമോഷണൽ പാറ്റേൺസും അയാളുടെ മെച്യൂരിറ്റിയും ഒക്കെ മനസ്സിലാക്കി അയാൾക്ക് ഏതൊക്കെ വിഷയത്തിലാണ് അയാളുടെ സബ്ജക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അയാൾക്ക് ഏതൊക്കെ വിഷയത്തിലാണ് ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കി ഇമോഷണൽ ആൻഡ് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക. അങ്ങനത്തെ സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. ഇനി ചിലപ്പോൾ റോബോട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇമോഷണലും മെൻ്റലും മാത്രമല്ല ചിലപ്പോൾ ഫിസിക്കൽ സപ്പോർട്ടും കൊടുക്കുന്ന റോബോട്ടുകൾ ഉണ്ടായെന്നിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അയാളുടെ വ്യക്തിപരമായ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഐഡിയാസ്, ഒരു വിഷയം ഇതെന്ത് ചെയ്യണം എന്നറിയാതെ ഒരാളോട് ചോദിക്കേണ്ടി വരുമ്പോൾ അത് മനസ്സിലാക്കി പെരുമാറുന്ന ഐഡിയാസൊക്കെ കൊടുക്കുന്ന അത്രയും മാറിക്കൊണ്ടിരിക്കുക. കാരണം ഇനിയൊരു ട്രാൻസിഷൻ പീരീഡാണ്. ശനി 12th ഹൗസിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പം ഇനി ശനി മാറുമ്പോഴത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ ശരിക്കും വരും. അടുത്തൊരു 10-30 വർഷം കൊണ്ട് വേറൊരു ലോകമായിരിക്കും. അത് ഓരോ പ്രാവശ്യത്തെ ശനിയുടെ ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു ലോകമായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഒക്കെ അത്രയും ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്കൊക്കെ ഇവോൾവ് ആയി തുടങ്ങും. അപ്പോൾ അതുകൊണ്ടായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് പല മേഖലകളിലും യുടെ ഒക്കെ ഇൻഫ്ലുവൻസ് വന്നോട്ടെ, കുറേ കാര്യങ്ങളിലൊക്കെ വന്നോട്ടെ. ഇപ്പം വണ്ടി കഴുകാനും അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനും അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓടിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ഈ ടെക്നിക്കലായിട്ടുള്ള സെക്കൻഡ് ഓർഡർ നോളജ് വരേണ്ട ഭാഗത്തൊക്കെ വന്നിട്ട് അത് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിരിക്കും നമുക്ക്. ടെക്നോളജിക്കലി അത് നല്ലതായിരിക്കും. പക്ഷേ ആർട്ട് അതുപോലുള്ള ഏരിയകളിലൊക്കെ, ക്രിയേറ്റിവിറ്റി ഏരിയകളിലൊക്കെ വരുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട അതിനൊരു ജീവനുണ്ട്, അത് കുറയും. അപ്പം ഈ പറഞ്ഞ പോലെ മനുഷ്യന് കിട്ടേണ്ട സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഇതിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ല ഇതിലേക്ക് പോകുന്ന ഫ്യൂച്ചർ അതിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്ന ഒരു സിനിമ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല, പണ്ട് ഇറങ്ങിയിട്ടുണ്ട്. 2013 ഹെർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. വളരെ പ്രശസ്തമായൊരു സിനിമയാണ്, വളരെ നല്ല സിനിമയാണ്. അപ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഫ്യൂച്ചർ അങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് തോന്നും. അപ്പം 5th ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന റൊമാൻസ് അല്ല. നമ്മൾ ചിലർ പറയത്തില്ല ഇത് ഇന്നതാണ് റൊമാൻസ്, പല ഷിപ്പുകൾ പറയും, സിറ്റുവേഷൻ ഷിപ്പ്, ആ ഷിപ്പ്, ഈ ഷിപ്പ്. ആ ഷിപ്പല്ല ഞാനീ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്തരികമായിട്ടുള്ള ഒരാളുടെ നേച്ചർ, അയാളുടെ ഇഷ്ടങ്ങൾ, അയാളുടെ സാറ്റിസ്ഫാക്ഷൻ, അയാളുടെ ഉപബോധ മനസ്സിൻ്റെ തൃപ്തി, ആ വ്യക്തിയുടെ പൂർണ്ണത, ഇതെല്ലാം 5ാം ഭാവത്തിന് ഒരുപാട് പങ്കുണ്ട്. അതുപോലെ തന്നെ 5ാം ഭാവം ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഭാവം കൂടിയാണ്. ചിൽഡ്രൻസ് 5ാം ഭാവമാണ് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു പ്രജ്ഞാമേധ, വിവേകശക്തി, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ, പ്രണയം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം. എല്ലാ ഏരിയയും പ്രധാനമാണ്, പക്ഷെ എന്നാലും നമുക്ക് കൂടുതൽ ഇമോഷണലി കണക്റ്റഡ് ആവുന്ന സ്ഥലങ്ങൾ പലതും ഈ 5ാം ഭാവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള അടുപ്പം, കുഞ്ഞുങ്ങളിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന സന്തോഷം. പേരൻറ്റിങ് 5ാം ഭാവമാണ്. നമ്മുടെ പേരൻറ്റിങ്ങിൻ്റെ രീതി നമ്മളുടെ ചൈൽഡ്ഹുഡിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മളുടെ കുട്ടികളോട് നമ്മൾ പലതും കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഇൻട്രാക്ഷൻ, ഇതെല്ലാം 5ാം ഭാവമാണ് ചിന്തിക്കുന്നത്. കുട്ടികൾ ഉണ്ടാവാനുള്ള ഭാഗ്യം, കുട്ടികളെ കൊണ്ടുള്ള ദുഃഖം, കുട്ടികളെ കൊണ്ടുള്ള സന്തോഷം, നമ്മുടെ പേരൻറ്റിങ്, ഇതെല്ലാം 5th ഹൗസാണ്. അപ്പം ചിൽഡ്രൻസ് ആൻഡ് പേരൻറ്റിങ് 5th ഹൗസാണ്. അതുപോലെ തന്നെ ഹോബീസും നമ്മുടെ ലെഷറും. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി അത്ര തിരക്കിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അതിനിടയ്ക്ക് ലെഷർ ടൈം കിട്ടുക എന്ന് പറയുന്നത് ആ സമയമാണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്.
നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിലാക്സേഷൻ ടൈം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരാൾ ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് പിന്നീട് പോകുന്നത് വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ബ്രേക്കിൽ നമുക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ, ഒരു കണ്ടൻമെൻറ്റ്, ഇതെല്ലാം നമ്മുടെ ഹോബീസ് നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത്, ചുമ്മാതിരിക്കാൻ ആഗ്രഹിക്കുന്നത്, ചിലവർ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ചിലവർ കളിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നത്, ചിലവർ ഗ്രൗണ്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, ചിലവർ മഴയെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നത്, ചിലവർ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞൊരു സൈക്കോളജിക്കൽ ഫ്രീഡം നമുക്കൊരു സൊസൈറ്റി, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഫ്രീഡമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോബീസിലേക്കും ലെഷർ ട്രിപ്പിലേക്കും അല്ലെങ്കിൽ ലെഷർ ടൈമിലേക്കും നമ്മൾ എത്തിപ്പെടുന്നത്. നമ്മുടെ ഒരു സ്വസ്ഥതയാണ് അവിടെ. ആ ഒരു ടൈം, എൻ്റെ സ്പേസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സ്പേസിനെ കുറിച്ച് നിശ്ചയിക്കുന്നത്, അത് ആസ്വദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് ഫിഫ്ത്ത് ഹൗസാണ്. ആ ഫിഫ്ത്ത് ഹൗസിലാണ് നമ്മൾ ഫീൽ ടു ക്രിയേറ്റ് സംതിങ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് പലപ്പോഴും. അതുപോലെ തന്നെ നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ നോക്കുന്നത്, അതുപോലെ നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെ കവർ ചെയ്യാൻ നോക്കുന്നതും ഒക്കെ വാസ്തവത്തിൽ ഈ പലപ്പോഴും റിലേഷൻഷിപ്പിലേക്കൊക്കെ ആൾക്കാർ പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒന്ന് സ്വസ്ഥമാവാൻ വേണ്ടി. ഈ പറയത്തില്ല, എനിക്ക് സംസാരിക്കാൻ ആളില്ല, കേൾക്കാൻ ആളില്ല, എൻ്റെ അടുത്ത് ഇരിക്കാൻ ആളില്ല, മിണ്ടാൻ ആളില്ല, എല്ലാം ചേർന്നൊരു ബന്ധം ഇങ്ങും ഉണ്ടാവില്ല. വാസ്തവത്തിൽ ഒരു റിലേഷൻഷിപ്പുകളിലും, അതിപ്പം അച്ഛനും അമ്മയും തമ്മിലായിക്കോട്ടെ, മകനും അമ്മയും തമ്മിലായിക്കോട്ടെ, മകളും അമ്മയും തമ്മിലായിക്കോട്ടെ, മനുഷ്യൻ പൂർണ്ണരല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇടപെടുമ്പം എല്ലാവർക്കും ഒരു അപൂർണതയുണ്ടാകും. പക്ഷെ ആ അപൂർണതയുടെ ഇടയിൽ എപ്പോഴും പിടിച്ചു നിർത്തുന്നത് സ്നേഹം എന്ന് പറയുന്ന, ആത്മാർത്ഥത എന്ന് പറയുന്ന, കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കണക്ഷനാണ്. ആ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നതും ഈ അഞ്ചാം ഭാവം കൊണ്ടാണ്. ഒരാളുടെ നേച്ചർ, കമ്മിറ്റ്മെൻറ്റ് നേച്ചർ ചിന്തിക്കുന്നത്, ഒരാളുടെ പ്രണയത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ഇതെല്ലാം തീരുമാനിക്കുന്ന ഫിഫ്ത്ത് ഹൗസാണ്. അതുപോലെ തന്നെ ഒരാളുടെ ഇന്നർ ചൈൽഡ്, ഉള്ളിൽ എല്ലാവർക്കും ഒരു കുട്ടിയുണ്ട്, എല്ലാ മനുഷ്യർക്കും ഉള്ളിലൊരു കുട്ടിയുണ്ട്. ധർമ്മത്രികോണമായത് 1, 5, 9 എന്ന് പറയുന്നത് ധർമ്മത്രികോണമാണ്. അപ്പം ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറാലിറ്റി എന്ന് വേണം ഒറ്റയടിക്ക് പറയാം, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം, അല്ലെങ്കിൽ നമ്മുടെ കർമ്മഫലത്തിൻ്റെ സ്വഭാവം. ഒരെണ്ണത്തിന് ധർമ്മം എന്ന് പറയുന്നത് അതിൻ്റെ നേച്ചറാണ്. അപ്പം പാവയ്ക്കയുടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ കയ്പ് അതിനൊരു ധർമ്മമാണ്. തീയുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അത് ചൂടാണ്, അതല്ലെങ്കിൽ അതിൻ്റെ ആ കത്തുന്ന സ്വഭാവമാണ്. ജലത്തിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ഒഴുകുക എന്നുള്ളതാണ് അതിൻ്റെ ധർമ്മം. അപ്പോൾ ഓരോന്നിനും ഒരു ധർമ്മമുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്, അപ്പം നമുക്ക് ഒരു ജാതകം എടുത്താൽ അതിൻ്റെ ധർമ്മം, അതിൻ്റെ ഒരു സ്വഭാവം, അതിൻ്റെ സുഹൃതം അറിയണമെങ്കിൽ 1, 5 ഭാവങ്ങളുടെ ബന്ധമാണ്. അവൻ ഈ നേച്ചറുമായിട്ടുള്ള കണക്ഷനെ എടുത്തു കാണിക്കുന്നത് 159 ആണ്. അപ്പം അങ്ങനെ നോക്കുമ്പം എല്ലാവരുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. നമ്മളെ ഉള്ളിലേക്ക് റീകണക്ട് ചെയ്യുന്ന നമ്മുടെ സെൻസ് ഓഫ് ഫ്രീഡം, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആഗ്രഹം. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സ്വാതന്ത്ര്യം ഇഷ്ടം. ഫ്രീഡം എന്നൊക്കെ പലർക്കും പല രീതിയിലുള്ള ഫ്രീഡങ്ങളോടായിരിക്കും താല്പര്യം, പല രീതിയിലുള്ള ഇഷ്ടങ്ങളോടായിരിക്കും. അത് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ആണ്. അപ്പോൾ അതൊരു കുട്ടിത്തമാണ്. അതുപോലെ തന്നെ നമ്മൾ ചില വിഷയങ്ങളിൽ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വണ്ടറാവുന്ന പോലെ തന്നെ വണ്ടറാവുന്നത്, എക്സൈറ്റഡ് ആവുന്നത്, കുട്ടികളെ പോലെ ഒരു ഈഗോയും ഇല്ലാതെ മറന്ന് ഇടപെടുന്ന ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങളിൽ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില വിഷയങ്ങൾ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ഒരു കാര്യം കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ കളിക്കുമ്പോൾ അവരുടെ ചിരിയും അവരുടെ കളിയും അവരുടെ ആ ഒരു, നമ്മൾ കളിപ്പാട്ടമൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ അത് മേടിച്ച് നമ്മൾ പാത്തിരുന്നിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ ഒരു ബഹളവും, കുഞ്ഞുങ്ങളുടെ കൂടെ കളിച്ചാൽ അത് മനസ്സിലാവും. കുഞ്ഞുങ്ങളുടെ ഓടി നടക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ഒബ്സർവ് ചെയ്യണം കേട്ടോ. ശരിക്കും എന്താണ് സന്തോഷം, ലിവ് ഇൻ പ്രസൻറ്റ് എന്ന് പറയുന്നത് മൊമെൻറ്റിലുള്ള ജീവിതം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആക്ച്വലി കുഞ്ഞുങ്ങളെ ശരിക്കും ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. അവർക്ക് ആ അടിയായാലും വിഷമമായാലും കരച്ചിലായാലും സന്തോഷമായാലും എല്ലാം ആ പ്രസൻറ്റിൽ അവർ എൻജോയ് ചെയ്തങ്ങ് മാറുകയാണ്. ആ ഒരു കുട്ടിത്തം, ആ ഒരു രീതി എല്ലാവരുടെ ഉള്ളിൽ ആക്ച്വലി ഉണ്ട്. ഒരു ചൈൽഡുണ്ട്, ഒരു ഇന്നർ ചൈൽഡുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്ത്ത് ഹൗസ് നമ്മളെ സഹായിക്കും. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ അഞ്ചാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാം. ഇതൊക്കെയാണ് അഞ്ചാം ഭാവത്തിൻ്റെ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കോർ തീം എന്നൊക്കെ പറയുന്നത്.
ഈ കാര്യങ്ങളെ ബേസ് ചെയ്ത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഫലങ്ങളെയും നോക്കി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഭാവാധിപൻ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫലങ്ങളെ നോക്കി ആ ജാതകത്തിൻ്റെ ഓവറോളായിട്ടുള്ളൊരു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഈ വ്യക്തിയുടെ ബേസിക് നേച്ചർ എന്താണ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തൊക്കെയായിരിക്കും ഇഷ്ടം, എന്തൊക്കെയായിരിക്കും ഇഷ്ടക്കേടെന്നുള്ളതൊക്കെ മനസ്സിലാക്കും. ശരിക്കും ഈ കാര്യം പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും ഞാൻ പല ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും എൻ്റെ ഒബ്സർവേഷനും ഒക്കെ. ഇത് നമ്മൾ നിരന്തരമായിട്ട് ഇതിലിങ്ങനെ ശ്രമിച്ച് പോകുമ്പോൾ നമുക്കിത് പിന്നീട് ഇവരുടെ ഒരു സെൽഫ് എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ സന്താനമില്ലാത്തവരെ കാണുമ്പം ഈ അഞ്ചാം ഭാവത്തിന് എന്ത് കേടാണുള്ളതെന്നുള്ളത് നമുക്ക് റിവേഴ്സായിട്ട് നോക്കാം. ഒരാൾക്ക് കുട്ടികളില്ല, അല്ലെങ്കിൽ ഇന്ന അഞ്ചാം ഭാവത്തിൽ സന്താനങ്ങളെ കൊണ്ട് ദുഃഖം വന്നു ഒക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഫിഫ്ത്ത് ഹൗസ് ലോഡ്, അതുപോലെ തന്നെ ഫിഫ്ത്ത് ഹൗസിൻ്റെ കാരകനായിട്ടുള്ള വ്യാഴം, ഇതിനെല്ലാം നമുക്ക് നോക്കാം. ഇങ്ങനെ നോക്കിയിട്ട് വേണം അതിനൊരു തീരുമാനമാക്കാനും. മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേർക്ക്, എൻ്റെ അനുഭവത്തിലൊരു 100 ഒരുപാട് പേർക്ക് ഈ ഇൻഫെർട്ടിലിറ്റിയുടെ പ്രശ്നങ്ങളുണ്ടായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ശരിയാവാതിരുന്നിട്ട് കൃത്യമായിട്ട് ഈശ്വര കാര്യങ്ങൾ ചെയ്തിട്ട് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈശ്വര കാര്യങ്ങളോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തവർക്കും മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്ട്രോളജി ഞാൻ പലയിടത്തും നോക്കിയിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മാത്രം മാറിയതുണ്ട്. അത് ഇപ്പോൾ അലോപ്പതി ആവാം, ആയുർവേദമാവാം, ഹോമിയോ ആവാം, ഏതും ആവാം. ഇതൊക്കെ ചെയ്തിട്ട് മാറാതെ വെറുതെ ഇരുന്നിട്ട് 10-12 വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളായ അനുഭവമുണ്ട്. നമുക്ക് മനസ്സിലാവാൻ പറ്റാത്തതായിട്ടുള്ള അനവധി പോസിബിലിറ്റീസ് ഓരോ ഭാവങ്ങളിലുമുണ്ട്. എല്ലാം ഒന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനോ എല്ലാത്തിനും ഒന്നും ഉത്തരവ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ആൾക്കാരാണുള്ളത്. ഇവരെല്ലാം യുണീക്കുമാണ്. അപ്പോൾ പ്രപഞ്ചം അത്രത്തോളം വികസിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തെടുക്കാം എന്നുള്ളതല്ലാതെ ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തവും രഹസ്യങ്ങളുടെയും ഉള്ളറകളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പം, നമ്മൾ സാധന കൊണ്ട് മുന്നോട്ട് പോകുമ്പം അതിനെ തന്ത്രശാസ്ത്രം വിളിക്കുന്നത് ശക്തിപാതം പതിക്കുക എന്നുള്ള. ആ ശക്തിപാതം പതിച്ചൊരു ദൈവജ്ഞനാണെങ്കിൽ അതിൻ്റെ തോത്, ശക്തിപാതം എന്ന് പറഞ്ഞാൽ ഡിസെൻറ്റ് ഓഫ് ഗ്രേസ്, ഈശ്വരൻ്റെ അനുഗ്രഹം നന്നായിട്ട് കിട്ടിയിട്ടുള്ള, ദൈവത്തിൻ്റെ അനുഗ്രഹം നന്നായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ദൈവജ്ഞനാണെങ്കിൽ, ഇത് അസ്ട്രോളജേഴ്സ് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ആ ദൈവജ്ഞനാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന നോളജിനപ്പുറമായിട്ടുള്ളതിലേക്ക് കടന്നു പോകാൻ പറ്റൂ. ഈ നോളജുകളൊക്കെ എന്താ, ഓരോരുത്തരുടെ എക്സ്പീരിയൻസുകളാണ്, കണ്ടെത്തിയതാണ്, അനുഭവം കൊണ്ട് കണ്ടെത്തിയതാണ്, ഒബ്സർവ് ചെയ്ത് കണ്ടെത്തിയതാണ്. എന്നിട്ടാണ് ഈ പ്രമാണങ്ങളും ഈ ശാസ്ത്രങ്ങളും ഈ ശാസ്ത്രത്തിനുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം എല്ലാ ശാസ്ത്രങ്ങളും അങ്ങനെ തന്നെയാണ്, കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതാണ്. മനുഷ്യൻ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതാണ് പുതിയ പുതിയ വിഷയങ്ങൾ. അപ്പം ഇതൊക്കെ നമുക്ക് അനുഭവമാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിത് പഠിക്കണം, പഠിച്ചിത് പ്രയോഗിച്ച് നോക്കണം. പ്രയോഗിച്ച് നോക്കിയാൽ മാത്രം മതിയോ നമ്മുടെ ഇന്നർ ലൈറ്റ്, നമ്മുടെ തെളിച്ചം. ഒരു സാധാരണ ഒരാൾ, സാധനയൊന്നുമില്ല തോന്നിയ പോലെ ഇരിക്കുന്ന ഒരാളും സാധനയുള്ള ഒരാളും പഠിച്ച ഒരാളും കൂടി ഒരു വിഷയത്തെ കാണുന്നത് തമ്മിലുള്ള കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമുണ്ടല്ലോ. അപ്പം ആ ഒരു ഇന്നർ ലൈറ്റ്, ആ ഒരു ശക്തിപാതം, ആ ഒരു ഗ്രേസ്, ഒരു ഡിവൈൻ ഗ്രേസ് നമ്മളിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തോതനുസരിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ പോസിബിലിറ്റീസിൻ്റെ ഇത് അറിയാൻ പറ്റും. ഏത് ശാസ്ത്രത്തിൻ്റെയും തന്തു എന്താണെന്ന് അറിയാൻ പറ്റും. അങ്ങനെയാണ് പറയുന്നത്. കാരണം പ്രജ്ഞ ഉണരുമ്പോൾ എന്ത് തലത്തിലാണിത് പറഞ്ഞേക്കുന്നത്, തലം മനസ്സിലാവും. ഓരോ വിഷയങ്ങൾ പറയുമ്പം പറയുന്ന ടൈം സ്പേസ് വെച്ചിട്ട് അതെന്തുദ്ദേശിച്ചാണ് പറഞ്ഞതെന്നുള്ളത്, ആ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. മിക്കപ്പോഴും നമ്മളുടെ ഇടയിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇത് പറയുന്നു, ഈ പറയുന്ന വാക്കുകൾക്ക് വാസ്തവത്തിൽ അതിൻ്റെ പൂർണ്ണ അർത്ഥം എനിക്ക് അറിയാവും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും പരിധി വെച്ചിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചതെന്ന് പറയുന്നത്, അല്ലേ? അപ്പം ശരിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ എന്ത് തലത്തിൽ നിന്നാണ്, ഇവിടെ നിന്നാണ്, എന്തുദ്ദേശിച്ചാണെന്ന് ഇത് പറഞ്ഞെന്നുള്ളത് മനസ്സിലാക്കാനുള്ള യുക്തിബോധം, ആ പ്രജ്ഞാബോധം, ആ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവണം. അതിനെന്ത് വേണം, അതിന് ഈശ്വരാനുഗ്രഹം വേണം. അങ്ങനെ ഉള്ളവരെയാണ് ദൈവജ്ഞരെന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ദൈവജ്ഞനാവാൻ എന്ത് ചെയ്യണം, നന്നായി പഠിക്കണം. അത് മാത്രം മതിയോ, പോരാ, ഊഹാപോഹപടുവായിരിക്കണം. ഊഹാപോഹപടുവായിരുന്ന് പഠിക്കുകയും മാത്രം ചെയ്താൽ മതിയോ? അല്ല, പഞ്ചസിദ്ധാന്തം പോലുള്ള ഗണിതക്രിയകൾ പഠിക്കണം. അത് മാത്രം മതിയോ? പോരാ, സിദ്ധമന്ത്രജ്ഞനായിരിക്കണം. ഏറ്റവും അവസാനം അനേക ഘോരതത്വജ്ഞ പഞ്ചസിദ്ധാന്ത കോവിത ഊഹാപോഹപടു
സിദ്ധമന്ത്രജ്ഞാനാദിജാതക. അവസാനം എന്താ പറയുക, സിദ്ധമന്ത്രജ്ഞനായിരിക്കണം. അപ്പോൾ എന്താ, ഈശ്വരനെ അറിയുന്ന, ഈശ്വരനായി മാറിയിരിക്കുന്ന, സുബ്രഹ്മണ്യനായിരുന്നു കൊണ്ടാണ് വാസ്തവത്തിൽ കവടി വെക്കുന്നത്. ഞാൻ സുബ്രഹ്മണ്യനാണ് എന്നുള്ള സങ്കല്പത്തിലാണ് ശരിക്കും കവടി കറക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയും കവടിയൊക്കെ, അപ്പോൾ ആ ചെയ്യുന്ന ദൈവജ്ഞൻ, ആ ശിവം ഭൂത്വ ശിവം യജയിൽ എന്നുള്ള ആ തത്വത്തിൽ ഊന്നിയിരുന്നു കൊണ്ട് ഈ വിഷയത്തെ ഒബ്സർവ് ചെയ്ത് വഴികാട്ടിയായിരിക്കുന്ന ദൈവജ്ഞൻ സർവ്വ വിഷയങ്ങളെയും കുറിച്ചും ഗ്രഹിക്കാൻ പറ്റുന്ന ആചാര്യവചനമുണ്ട്. അതൊരു സത്യമാണ് കേട്ടോ. ഒരു യുക്തിബോധം ഉണ്ടാവും. ഇപ്പം നമുക്കറിയാവുന്ന, ഇപ്പം എല്ലാ വിഷയവും അങ്ങ് കാണാപ്പാടം അറിയാമെന്നല്ല, ഇപ്പം കെമിസ്ട്രി ഫിസിക്സിൻ്റെ എല്ലാം ടെക്നിക്കൽ സൈഡ് അറിയാമെന്നുള്ളതല്ല, അതിൻ്റെ ഒരു ബേസിക് തന്തുണ്ട്. ഇതിൻ്റെ എല്ലാം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തെക്കുറിച്ച് തന്ത്രശാസ്ത്രത്തിൽ അതിനെ ഒരു അതിനെ പ്രകാശം എന്നാണ് വിളിക്കുന്നത്. ആ പ്രകാശത്തെക്കുറിച്ച് ഒരു ധാരണയുണ്ടാവും, ഒരു അനുഭവം ഉണ്ടാവും, അപ്പോൾ ഒരു പ്രജ്ഞയുണ്ടാവും. അങ്ങനെയുള്ള ദൈവജ്ഞന്മാരെയാണ് വാസ്തവത്തിൽ ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ടുള്ള അസ്ട്രോളജേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർ. അപ്പം അങ്ങനെയുള്ളവരാവട്ടെ നിങ്ങൾ ഓരോരുത്തരും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. 5th ഹൗസിൻ്റെ കോർ തീം എന്ന് പറയുന്നത് ഒന്നാമത്തെ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. രണ്ടാമത്തേന്ന് പറയുന്നത് റൊമാൻസ് ആൻഡ് പ്ലഷറാണ് 5th ഹൗസിൻ്റെ രണ്ടാമത്തെ മെയിൻ തീം. മൂന്നാമത്തേന്ന് പറയുന്നത് ചിൽഡ്രൻ ആൻഡ് പേരൻറ്റിംഗ് ആണ്. 4th എന്ന് പറയുന്നത് ഹോബീസ് ആൻഡ് ലെഷറാണ് നാലാമത്തേത്. പിന്നെ അഞ്ചാമത്തേന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡാണ്. ലാസ്റ്റ് 6th ഒരുപാടെണ്ണം ഉണ്ട്. ആറാമത്തേത് ഒരാളുടെ ആന്തരികം ഉപബോധ മനസ്സിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്ന, അതിനോടൊപ്പം ചേർന്നിരിക്കാൻ പറ്റുന്ന ഉപാസന. ആരൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടാണ്, എന്താണ് സാർ ഉപാസന? ഉപസമീപേ ആസനം എന്നാണ് പറയുന്നത്. അതിനോട് ചേർന്നിരിക്കുക, നമ്മുടെ ഉള്ളിലേക്ക് ചേർന്നിരിക്കുന്ന ഒരു വിദ്യ. നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ചേർന്നിരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവുമായിട്ട് നമുക്ക് ചേർന്നിരിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പിക്കുന്ന, അതിനുള്ള ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നിശ്ചയിക്കുന്നതും അത് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിൻ്റെ തോത് ചെറുതായിരിക്കും. അപ്പോൾ ആ ഉപാസനയ്ക്കുള്ള യോഗ്യത ഇതിനുണ്ടാകുമോ? ഇവർക്ക് ഈശ്വരകാര്യം പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇവർക്ക് ഭക്തിക്കുള്ള യോഗമുണ്ടോ, അല്ലെങ്കിൽ സാധന ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ, യോഗമുണ്ടോ? ഇവർ ബാഹ്യമായ വിഷയങ്ങളിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ടും അതിൽ തന്നെ കുടുങ്ങിക്കിടക്കത്തേ ഉള്ളൂ. എത്രയൊക്കെ പ്രശ്നം വന്ന് എത്രയൊക്കെ ക്രൈസിസ് വന്നാലും ഇവരെ ആന്തരികമായിട്ട് തിരിയുമോ എന്നൊക്കെ ഉള്ളത് നോക്കണം. ഒരു ടിപ്പ് പറഞ്ഞുതരാം. 5th ഹൗസിൽ വ്യാഴം നിൽക്കുന്ന എല്ലാവരോടും നിങ്ങൾ ഈശ്വരകാര്യം പറഞ്ഞു, അവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ 5th ഹൗസിൽ ലോഡ് വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് ഈശ്വരകാര്യം മനസ്സിലാവും. 5th ഹൗസിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈശ്വരകാര്യം മനസ്സിലാവും. ഇത് ഉറപ്പുള്ളൊരു കാര്യമാണ്, നിങ്ങൾ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ. എപ്പിസോഡ് കുറച്ച് നമ്മൾ 5th ഹൗസിൻ്റെ ക്വാളിറ്റി മെയിൻ തീമുകളാണ്, കോർ തീമുകളാണ് നമ്മളിന്ന് എടുത്ത് പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ 5ാം ഭാവം കൊണ്ട് നമുക്ക് പറയാം. പക്ഷെ മെയിൻ കോർ തീം ഇതാണ്. ഇനി നമുക്ക് 5th ഹൗസിൽ ഓരോ ഗ്രഹങ്ങൾ തിന്നാനുള്ള ഫലത്തെക്കുറിച്ചും അതുപോലെ തന്നെ 5th ഹൗസിൻ്റെ സൈക്കോളജിക്കലായിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ജിനേഷ് എപ്പോഴും സൈക്കോളജിയെ കണക്ട് ചെയ്താണല്ലോ പറയുന്നത്, അത് കുറച്ചും കൂടി ഒന്ന് എവിഡൻ്റ് ആവുന്ന രീതിയിൽ പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് 5ാം ഭാവം, എല്ലാ ഭാവവും നമുക്ക് അങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അസ്ട്രോളജി വേറൊരു തലത്തിലേക്ക് അങ്ങ് പോകും. അപ്പോൾ സൈക്കോളജിസ്റ്റുകൾ അവരവരുടെ സ്റ്റൈലിൽ പറയട്ടെ. നമുക്ക് 5ാം ഭാവത്തെ എങ്ങനെ സൈക്കോളജിയായിട്ട് കണക്ട് ചെയ്തിട്ട്, കാരണം ഇതൊരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാവവും കൂടിയാണ്. അപ്പം പ്രജ്ഞ, മേധ, വിവേകശക്തിയൊക്കെയാണ്. അപ്പോൾ ആ ഭാവം എന്നുള്ളത് നമുക്ക് 5th ഹൗസിൻ്റെ സൈക്കോളജിക്കൽ തീം എന്തൊക്കെയാണെന്നുള്ളതും കൂടി നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.